ചൂട് ചായയും ചൂടൻ ചർച്ചകളും സൗഹൃദ സംഭാഷണങ്ങളുമൊക്കെയായിരുന്നു കൊല്ലത്തെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പ്രധാന വിഭവം. അരനൂറ്റാണ്ടിന്റെ കഥ പറയാനുള്ള കോഫി ഹൗസിന് താഴ് വീഴുന്നു. ഈ വാർത്ത താങ്ങാവുന്നതിലപ്പുറമെന്ന് ജീവനക്കാർ. 28 വർഷമായിട്ടുള്ള ജോലി ചെയ്യുന്നു. 28 വർഷത്തിന് മുമ്പ് ഞാൻ SM കോളേജിലും ഫാത്തിമ കോളേജിലും പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ആദ്യം ഇരിപ്പ് പാർട്ടിയായിട്ട് തുടങ്ങി ഒരു സ്റ്റാഫായിട്ട് ഇത്രയും വർഷം ജോലി ചെയ്യേണ്ട ഒരു ബ്രാഞ്ചിനകത്ത് നിന്ന് പൂട്ടിപ്പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായ വിഷമമാണ്. കാര്യം ഒരിക്കലും നമുക്കിത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മനസ്സുകൊണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം. കാര്യം നമ്മളെ ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനായിട്ട് നമ്മൾ കണക്കാക്കുന്ന കൂട്ടത്തില്ല. ഇവരുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു പ്രാവശ്യം കാണാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നത്തിൻ്റെ പേരിലായാലും ഒരു ബ്രാഞ്ച്, അതുമാത്രമല്ല കൊല്ലം പോലൊരു സ്ഥലത്തെ ഒരു കോഫി ഹൗസ് ഇല്ലാതെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. 1965 ജൂലൈയിൽ തുടക്കമിട്ട കോഫി ഹൗസിന് പൂട്ടുവീഴാൻ കാരണം ജീവനക്കാരുടെ കുറവും വരുമാനത്തിലുള്ള ഇടിവുമാണ്. പ്രധാന കാരണം ഒന്ന് നഷ്ടമാണ്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഇത് പൂട്ടാൻ വേണ്ടി ശ്രമിച്ചതാണ്. അത് MLA ഇടപെട്ട് ഒരു വർഷം കൂടെ നീട്ടി കിട്ടി. ഈ മാസം ഇവിടുത്തെ എഗ്രിമെൻറ്റ് കാലാവധി കഴിയാണ്. അപ്പോൾ അത് പുതുക്കാൻ അവർക്ക് 10% വാടക വർദ്ധിപ്പിച്ച് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജീവനക്കാരുടെ അപര്യാപ്തതയാണ്. ഇത് വർഷങ്ങളായി പിരിഞ്ഞു പോകുന്ന ജീവനക്കാർ പകരം നിയമനങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ സാറിനകത്തോട്ട് നോക്കി അറിയാം, കിച്ചണിൽ ഒരാളും ഇവിടെ സർവീസ് സെക്ഷനിലുള്ള ഒരാളെ കൂടെ കൊടുത്താണ് ഇത് ഓടിച്ചുകൊണ്ട് പോണത്. ഈ ഞാൻ തന്നെ ഇവിടുന്ന് രാവിലെ കയറിയിട്ട് ഉച്ചയ്ക്ക് കയറപ്പോൾ അവിടെ നിർത്തില്ല വരുമ്പോൾ അവിടെയും കയറി ജോലി ചെയ്യേണ്ട ഗതിയാണ്. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. അവിടെ ബ്രാഞ്ചുകൾ പൂട്ടി ഇവിടെ ആളില്ലാത്ത കാരണമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് പൂട്ടി അടുത്ത് ഞാൻ അവർ പറയണ അങ്ങോട്ട് അവിടെ പോകും. 100 പേർക്ക് ഒറ്റയിരുപ്പിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിശാലമായ ഹാൾ. കോഫി ഹൗസ് ദിനചര്യയുടെ ഭാഗമാക്കിയവർക്ക് നൊസ്റ്റാൾജിയയുടെ ഇടം, വല്ലാതെ മിസ്സിംഗ് ഫീൽ ചെയ്യുന്നവരും ചർച്ചകളും ആശയങ്ങളും പങ്കുവെക്കുന്ന സുഹൃത്തുക്കൾക്ക് ഏറെ വിഷമം. കാര്യം ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറച്ച് ചായ കുടിക്കാനും കുറച്ച് സാംസ്കാരികമായി സംസാരിക്കും. എക്സാക്ട്ലി. ഞങ്ങളങ്ങനെ ഫ്രീക്വൻ്റ്ലി വരുമായിരുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ തന്നെയായിരുന്നു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ കോഫി ഹൗസ് മിസ്സാവും. എന്ന് വെച്ചാൽ ഐ റിമെമ്പർ ഞങ്ങൾ ഇന്ത്യയിലെ ഫസ്റ്റ് കോഫി ഹൗസ് ചർച്ച് ഗേറ്റിലായിരുന്നു, ബോംബെയിൽ. ഐ തിങ്ക് ദാറ്റ് വാസ് 1936 or 40 അങ്ങനെ കണ്ട, ബ്രിട്ടീഷ് ടൈമിൽ തുടങ്ങി. സോ അവിടുത്തെ ഒരു മെമ്മറി ഉണ്ടായിരുന്നു എപ്പോഴും പോകുമ്പോൾ. അങ്ങനെ കൊല്ലത്ത് വന്നപ്പോഴും അമ്മയൊക്കെ പറയും പണ്ടേ കൊല്ലത്തും ഉണ്ട് ഒരു കോഫി ഹൗസ്. അങ്ങനെ ഇന്ന് ഒരു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്നുകൂടെ വന്ന് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. മോളെ നിന്ന് ഇവിടെ ഒരു ചെറിയ കോഫി സെപ്പ് എടുപ്പിക്കാമെന്ന് വെച്ചു. So definitely we'll miss this Kollam Indian Coffee House. Wish it reopens in a new avatar someday again. ഇവിടെ വന്നിരുന്നാണ് നമ്മൾ കൂടുതലും ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഐഡിയോളജിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതും ലോകകാര്യങ്ങൾ സംസാരിക്കുന്നതും. തുടക്കത്തിൽ അതായിരുന്നല്ലോ ഉദ്ദേശമായിട്ട് വന്നിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ഉണ്ടായതിൽ വളരെ ദുഃഖമുണ്ട്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലും കോഫി ഹൗസ് നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊല്ലത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ല. ആരുടെ അനാസ്ഥയാണതൊന്നും നമുക്കറിയില്ല. പക്ഷേ വി ആർ റിയലി മിസ്സിങ് ഇറ്റ്. വിഭവങ്ങളുടെ ഒരു കുറവ് പ്രധാനമാണ്. തൊട്ടപ്പുറത്തെ തട്ടുകട പോലും സ്വിഗ്ഗിയിലുണ്ട്. എന്തുകൊണ്ട് കോഫി ഹൗസ് സ്വിഗ്ഗിയിലായിക്കൂടാ? ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ICSE പരീക്ഷ ക്വാളിഫൈ ചെയ്ത ബ്രിട്ടീഷ് ട്രെയിൻഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിന് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ തൊഴിലാളികൾ ഏറ്റെടുത്ത് ലാഭത്തിലാക്കിയൊരു പ്രസ്ഥാനമാണ്. അത് കൊല്ലത്ത് മാത്രം അടയ്ക്കുന്നു എന്ന് പറയുന്നത് ഹൃദയഭേദകമായ കാര്യമാണ്. ഒരു കൊല്ലത്തുകാരന് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ആദ്യം വരുന്നവർക്ക് കൗതുകവും എന്നും വരുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന മഹത്തായ ചായക്കട. കൊല്ലത്തെ ഇന്ത്യൻ കോഫി ഹൗസിന് ഇവിടെ കർട്ടൻ വീഴുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.